19 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. ഇതിലെന്താണ് ഇത്ര വാർത്ത, ഇതിലെന്താണ് ഇത്ര പറയാനുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എന്നാൽ ഈ 19 വയസ്സുകാരി ഗർഭിണിയായതോ പ്രസവിച്ചതോ ഒന്നും ഒന്നും ആരും അറിഞ്ഞില്ല. നാട്ടുകാരറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല, കൂട്ടുകാരറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. എന്തിന്, ഈ ഹോസ്പിറ്റലുകാർ പോലും അറിഞ്ഞില്ല. വെളിയിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോഴാണ് അധികൃതർ ഓടിച്ചെന്ന് തിരകിയപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ, ചോര കുഞ്ഞ്. ഹരിപ്പാട് ഹോസ്പിറ്റലിൽ, താലൂക്ക് ഹോസ്പിറ്റലിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ നമുക്ക് കേട്ടുകേഴ്വി പോലും ഇല്ല അല്ലേ. അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ വയറുവേദനയാണെന്നും പറഞ്ഞാണ് വന്നത് 19കാരി. 19 വയസ്സുള്ള കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവൾ കുട്ടിയാണ്, വളരെ കുട്ടിയാണ്, മാതാപിതാക്കൾക്ക് അവൾ കുട്ടിയാണ്. പക്ഷേ ഈ മാതാപിതാക്കൾ പോലും അറിഞ്ഞില്ല. മോള് വലുതായി, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, അവളൊരു അമ്മയായി. അമ്മയാകുന്നതിനെക്കാട്ടിലുമൊക്കെ അത്ഭുതം ആ കുഞ്ഞിനെ വലിച്ചെറിയാൻ കാണിച്ച അവളുടെ മനസ്സ്. അത്രത്തോളം ആ 19കാരി വളർന്നു കഴിഞ്ഞു. ശുചിമുറിയിൽ പ്രസവിച്ച വിദ്യാർത്ഥിനി കുഞ്ഞിനെ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയ 19കാരിയാണ് ശുചിമുറിയിൽ പ്രസവിച്ചത്. ഇതെങ്ങനെ പറയണം, ഏത് രീതിയിൽ അവതരിപ്പിക്കണം ഒന്നും അറിയത്തില്ല. അത്രയ്ക്ക് നെഞ്ചുലയ്ക്കുന്ന വാർത്തകളാണ്. കൊച്ചിയിൽ പഠിക്കാൻ വിട്ടതാണ്. ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കണം ഈ കഥകളൊക്കെ. അറിഞ്ഞിരുന്നാൽ പോരാ, ഡെയിലി കാണുന്ന കാഴ്ചകളാണ്. കൊച്ചിയിൽ നമ്മൾ മറൈൻ ഡ്രൈവിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പാർക്കിലോട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ ഓരോ ആൺകുട്ടികളുമായിട്ട് അവിടെ കാണിക്കുന്ന അർമാദിക്കൽ എന്ന് തന്നെ വേണം പറയാം. നേരിട്ട് കണ്ടിട്ടുണ്ട്, നേരിട്ട്. ഞാനൊരു അമ്മ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ നെഞ്ചുലയാറുണ്ട്. കാരണം നമുക്ക് വേണ്ടല്ലോ മക്കള്, പഠിക്കാനാണെന്ന് പറഞ്ഞ് ബാഗും കെട്ടിത്തൂക്കി ചോറും കെട്ടിത്തൂക്കി അമ്മമാർ പറഞ്ഞു വിടും. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നിട്ട് ഹോസ്റ്റലിലുള്ളവരും ചോറും ഒക്കെ കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തു വിടും. അതിനുള്ള ഫീസും കാര്യങ്ങളും അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വീട്ടുകാർ പഠിക്കാൻ വിടുന്ന മക്കൾ കാണിക്കുന്നത് കൊച്ചിയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ചെറുക്കൻ അവിടെ ബെഞ്ചിൽ കിടക്കണം, അവിടെ ഇരിക്കാനായിട്ടൊക്കെ എല്ലാം ഉണ്ടല്ലോ, മറൈൻ ഡ്രൈവിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ചെറുക്കൻ ഇരിക്കുന്നു, മടിയിൽ പെണ്ണ് കിടക്കുന്നു, അല്ലെങ്കിൽ പെണ്ണ് ഇരിക്കുന്നു, പെണ്ണിന്റെ മടിയിൽ ചെറുക്കൻ കിടക്കുന്നു. ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്താണിത്, അല്ലാതെ വേറെങ്ങുമല്ല. ഓപ്പൺ ആയിട്ടുള്ള ഈ തൊട്ടടുത്തൂടെ വാഹനത്തിൽ ആൾക്കാർ യാത്ര ചെയ്യുകയാണ്. ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. ചെറുക്കൻ മടിയിൽ കിടക്കുവാണെങ്കിൽ പെണ്ണ് തലോടി കൊടുക്കുകയാണ്, തലമുടി തലോടി കൊടുക്കുകയാണ്. അത്രയും വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പേടിയോടെ എറണാകുളത്ത് ജീവിച്ചത്. നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ മക്കൾ ഏത് രീതിയിൽ പോകും, എങ്ങനെ പോകുന്നു നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതെങ്കിലും രക്ഷകർത്താക്കൾക്ക് ഇവരുടെ പിറകെ എന്നും പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അച്ഛന് ജോലി, അമ്മയ്ക്ക് ജോലി, അങ്ങനെ എല്ലാവരും രാവിലെ ജോലിക്ക് പോകും. പിന്നെ മക്കൾ രാവിലെ കോളേജ് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ കഥകളാണ് ഈ പറയുന്നത്. സ്കൂൾ ബാഗ് ഉണ്ടാവും അടുത്ത്. കോളേജിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജോലിക്കാന്ന് പറയുന്ന പോകുന്നവർ, പെണ്ണായാലും ആണായാലും, അത്രയ്ക്കും നമ്മുടെ ലോകം പുരോഗമിച്ചു. ഇന്ന് പ്രഗ്നൻ്റ് ആകുക, കുഞ്ഞിനെ ആരും അറിയാതെ വലിച്ചെറിയുക. കുറച്ച് നാൾ മുന്നേ നമ്മളൊരു വാർത്ത കേട്ടിരുന്നു, എറണാകുളത്ത് ഫ്ലാറ്റിൽ. അങ്ങനെ എത്രയെത്ര കാഴ്ചകൾ. ഈ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മകൻ പഠിക്കാൻ പോകുന്നതിന് ഭാഗമായിട്ട് എയർപോർട്ടിൽ കൊണ്ടുവിടാനായിട്ട്. അവൻ യൂറോപ്പിലാണ് പഠിക്കാൻ പോയത്. അപ്പോൾ അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 12 മണിക്കാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വൈറ്റിലെ എത്തിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ടൊരു കടയിൽ കയറി. ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടാവും ടൈം, 1:30. ആ 1:30 സമയത്ത് 1:30 മണിക്ക്, വെളുപ്പിന് 1:30 മണിക്ക് ആണും പെണ്ണും കൂടി ബൈക്കിൽ പോകുന്നു, ചുറ്റുന്നു. ഓരോ ഹോസ്റ്റലിൻ്റെ വാതിൽക്കലത്തെ കഥകളാണ്. എൻ്റെ ചേച്ചിയുടെ മകൾ അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, അവളെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്ന്. കാരണം അവളെയും കൂടെ കൂട്ടിയിട്ട് വേണം പോകാൻ. നേരത്തെ തന്നെ നമ്മൾ ഹോസ്റ്റലിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു, അനുവാദം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാർഡനെ വിളിച്ചിട്ട് ഞങ്ങളെ ഏൽപ്പിക്കും. നമ്മൾ വീട്ടുകാരാണല്ലോ ചെന്നത്. അപ്പോൾ വീട്ടുകാർ ചെന്നതുകൊണ്ട് അപ്പം ആ ഒരു സമയത്ത് പോകുന്ന വഴിയിലൂടെ കണ്ട കാഴ്ച എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ഞെട്ടിയിരിക്കുക. എൻ്റെ അമ്മ ചോദിക്കും, അയ്യോ മോളെ, അതൊരു പെണ്ണല്ലേ, അതൊരു ചെറുക്കനല്ലേ, ഇപ്പോൾ രാത്രി ഇത്ര. ഞാൻ പറഞ്ഞ അമ്മ ഇവിടെ ഇതൊക്കെയാണ്. എൻ്റെ അമ്മ നാട്ടുമ്പുറത്താണ്. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോൾ അത്ഭുതം. നമുക്കിതൊരു അത്ഭുതം തോന്നിയില്ല, കാരണം നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ഇതിനെക്കാട്ടിലും അപ്പുറമാണ്. ഈ 1 മണിക്കും 2 മണിക്കും ഒക്കെ ഈ ചെറുക്കനും പെണ്ണിനും കൂടെ പോയിട്ട് വരികയാണ്. ചെറിയ കൊച്ചാണ്, നമുക്ക് കണ്ടാൽ എന്താണെന്ന് ചോദിക്കും. നമുക്ക് ചെറിയ കൊച്ചാണ്, എന്തായാലും അത് ഭാര്യയല്ല ഭർത്താവല്ല, കാരണം അത്രയും ചെറിയ പിള്ളേർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റിയാണ് എറണാകുളം, കൊച്ചി. അപ്പം ഇവിടെയൊക്കെ ഉള്ളവർ എറണാകുളത്തുള്ളവരോ കൊച്ചിയിലുള്ളവരോ അല്ല, പല സ്ഥലത്തു നിന്നും ചെന്ന് താമസിക്കുന്ന ആൾക്കാർ. അവിടെയൊക്കെ ഈ ചെറിയ ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും 3-4 പേര് ചേർന്നിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുക്കും. ഈ ഹോസ്റ്റലിനെക്കാട്ടിലും സൗകര്യം ഇവർക്ക് ഇതാണ്. ഹോസ്റ്റലിലാകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ട്രിക്റ്റ് ആയിരിക്കും. 6:30-ക്ക് ശേഷം തുറക്കില്ല, അല്ലെങ്കിൽ ഇത്ര മണിക്ക് ശേഷം അകത്ത് കയറണം, അങ്ങനെയൊക്കെ. വിസിറ്റേഴ്സിനെ ഏത് സമയത്തൊന്നും അനുവദിക്കത്തില്ല. അപ്പം അങ്ങനത്തെയൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് കൂടുതലും പെൺകുട്ടികൾ ഒരു വീടെടുത്തിട്ട് ഇവർ ഷെയർ ഇടും. 4-5 പെൺകുട്ടികൾ ചേർന്ന് വീടെടുത്തിട്ട് ഇവർ താമസിക്കും. അപ്പോൾ എന്താണ്, ഏത് സമയത്ത് പോകാം, ഏത് സമയത്ത് വരാം, വന്നില്ലേലും കുഴപ്പമില്ല, പാതിരാത്രിയിലാണേലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ രാത്രിയിലാണേലും ആര് വേണേലും വിളിച്ച് അകത്ത് കയറ്റാം, ഒരു പ്രശ്നവും ഇല്ല.
അപ്പം അതിന് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് മാതാപിതാക്കൾ തന്നെ. കാരണം ഹോസ്റ്റലിലെ ഫുഡ് മക്കൾക്ക് പിടിക്കുന്നില്ല, മക്കൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്, ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. ഇത് കേൾക്കുമ്പോഴോ രക്ഷകർത്താക്കൾ ഉടനെ വീടെടുത്ത് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്. നമ്മുടെ നാട് എത്രത്തോളം പുരോഗമിച്ചു അല്ലേ. ഇന്ന് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഇതിനെ ചൊല്ലി ഈ ഒരു വിഷയം എന്തായാലും പറയണം എന്ന് തോന്നി. കാരണം ഹരിപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ അച്ഛനും അമ്മയും കൂടെ വയറുവേദന എന്ന് പറഞ്ഞ് മകളെ കൊണ്ടുവരികയാണ്. വയറുവേദനയെ തുടർന്ന് കൊണ്ടുവന്ന കുട്ടി പ്രസവിച്ച് കുഞ്ഞിനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്താ അല്ലേ. ഇങ്ങനെ ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. എവിടെയാണ് പോകുന്നത്, അവരുടെ കൂട്ടുകാരൊക്കെയാണ്, അവർ രാത്രിയിൽ എന്താണ് ചെയ്യുന്നത്, ഫോൺ അധികം യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരുപാടൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉടനെ സദാചാരം പറഞ്ഞവരായി. നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരേ എന്നായി. കാരണം ഞാൻ ഈ അടുത്ത സമയത്ത് ബീച്ചിൽ പോയപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അവരുടെ മുഖം ഞാൻ കാണിച്ചില്ല, ബ്ലർ ചെയ്തിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോഴും അതിൽ വന്ന ഏറ്റവും കമൻറ്റ്, ഒരു 100-ൽ ഒരു 80% ആളുകളും എന്നെ കുറ്റപ്പെടുത്തുന്നതായിരുന്നു. എന്തിനാണ് എത്തി നോക്കാൻ പോയത് എന്ന്. അവിടെ അവരെ ബീച്ചിൽ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് കുറച്ച് ഒരു തോന്നിയത് കൊണ്ട്, ഒരു ഡൗട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തത്. എങ്കിലും 2 കുട്ടികളെ മുഖം ഞാൻ ബ്ലർ ചെയ്തിരുന്നു. കുറച്ച് ദൂരെ മാറി നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം രക്ഷകർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോഴും അതിനകത്ത് 80% ആൾക്കാരും നമ്മൾ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ ചെന്നവർ എന്നായി. അതാണ് മാറേണ്ടത്. നമ്മുടെ ഈ ചിന്താഗതിയാണ് മാറേണ്ടത്. നമ്മൾ ആരും സദാചാര പോലീസ് കളിക്കാനല്ല പോകുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ മക്കളെ കാണുക, നമ്മളുടെ മക്കളുടെ സ്ഥാനത്ത് അവരെ നമ്മൾ കാണുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ പലരും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇതുപോലെയുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. എന്താണ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സബ്സ്ക്രിപ്ഷൻ? ഇൻസ്റ്റാഗ്രാമിൽ ഇതേ ഉള്ളൂ. പെൺകുട്ടികൾ വഴിതെറ്റി പോകാൻ വേറെ എന്തെങ്കിലും വേണോ? പെൺകുട്ടികൾ വഴിതെറ്റി പോകാൻ 1, 2, 3 ഫോണുകളാണ് ഓരോ കുട്ടികളുടെ കയ്യിൽ. ആരൊക്കെ വിളിക്കുന്നു, ആരെയൊക്കെ കാണിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ വീട്ടുകാർ പോലും അറിയുന്നില്ല ഇവർക്ക് സബ്സ്ക്രിപ്ഷൻ ഉള്ള കാര്യം. അതിൽ പോകുന്നു, കാണുന്നു, പരിചയപ്പെടുന്നു, എല്ലാം കഴിയുന്നു. ഇതുപോലെയുള്ള അവസാനം എന്തെങ്കിലുമൊക്കെ പുറത്ത് വരുമ്പോഴായിരിക്കും വീട്ടുകാർ പോലും അറിയുന്നത്. അപ്പം അത്രയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം നമ്മുടെ നാട് വളർന്നു കഴിഞ്ഞു, നമ്മുടെ കുട്ടികൾ വളർന്നു കഴിഞ്ഞു. പുരോഗമനം കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ, ഒരു 4-5 വർഷം കഴിഞ്ഞാൽ, ഒരു 10 വർഷം കഴിഞ്ഞാൽ എന്താവും നമ്മുടെ നാടിൻ്റെ അവസ്ഥ? അപ്പം എന്തായാലും എനിക്കൊരുപാട് സങ്കടം തോന്നി ഈ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ. സ്വന്തം പെറ്റമ്മ, നമുക്ക് പെറ്റമ്മയെന്ന് പറയാൻ പറ്റില്ല. ഉപേക്ഷിച്ചവളും അമ്മയാണ്, ഉപേക്ഷിക്കാത്തവളും അമ്മയാണ്, പ്രസവിച്ചിട്ട് വലിച്ചെറിയുന്നവളും അമ്മയാണ്. അമ്മയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. ആ കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറുന്നില്ല. ഒരുപാട് പേരുണ്ട് ചേർത്ത് നിർത്താൻ ആ കുഞ്ഞിന് ചുറ്റും. പെറ്റമ്മ ഉപേക്ഷിച്ചപ്പോൾ 1000 പോറ്റമ്മമാർ ആ കുഞ്ഞിനെ താങ്ങി നിർത്തി, കൈകളിലേന്തി. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.